ഹലോ, ഞങ്ങൾ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ്റെ സമാപന ദിവസം പോയൊരു വീഡിയോ ആണ് ഇത്. ഞങ്ങളൊരു 8:30 ഒക്കെ ആയപ്പോഴാണ് പോകാമെന്ന് പ്ലാൻ ഇട്ടത്. പെട്ടെന്നൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇവിടെ വന്നു. അപ്പോൾ ആദ്യം കുറേ നൃത്ത പരിപാടികളൊക്കെ ആയിരുന്നേ. കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സ്റ്റോൾസൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയേ. എൻ്റെ ദൈവമേ, എന്തോരം സ്റ്റോൾസാണ്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമേ കാണൂ, തിരക്കൊന്നും കാണില്ലായിരിക്കുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പപ്പയും മമ്മിയും എല്ലാവരുമായിട്ടായിരുന്നു പോയത്. ചേച്ചിയും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ഇവിടെ സ്റ്റോൾസിൻ്റെ അടുത്തായിരുന്നേ. നമ്മൾ ഒരുമാതിരി എല്ലാ സ്റ്റോൾസും കവർ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞാനൊരു കടല വാങ്ങി. അപ്പം എല്ലാവരും ഓരോ കടല വാങ്ങി. നല്ല ചൂടുമായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഫാൻസി ഐറ്റംസ്, പിന്നെ നിത്യോപയോഗ സാധനങ്ങളുണ്ടല്ലോ, ചെറിയ വിലയുടെ സാധനങ്ങൾ. പക്ഷെ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളായിരിക്കും. ഓരോ ഡെയിലി നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളും ഇവിടെ നിന്നൊരു കത്തി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഞാനൊരു കത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടേ അത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ബജിയുടെ സ്റ്റോളിലോട്ടൊക്കെ പോയേ. നമ്മൾ മുളക് ബജിയും കോളിഫ്ലവർ ബജിയും വാങ്ങി. നന്നായിരുന്നു. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയതേ ഉള്ളൂ. എനിക്ക് അത്ര ബജിയോട് താല്പര്യമില്ല. പിന്നെ അങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റൊക്കെ. ഭയങ്കര തിരക്കായിരുന്നു അവിടെയും. പിന്നെ നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് കരിമ്പിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ കരിമ്പിൻ്റെ ജ്യൂസ് കാണും, വാങ്ങിത്തരാം, ട്രൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത്. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല ഇത്. ഞാൻ ടേസ്റ്റ് നോക്കി. ഞങ്ങൾ 2 ഗ്ലാസ് എന്തോ വാങ്ങിയായിരുന്നേ. ടേസ്റ്റ് നോക്കി, കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ അടിപൊളി കുറേ ലൈറ്റിങ്ങും അങ്ങനെയൊക്കെയുള്ള ബലൂൺസും അങ്ങനെയൊക്കെ ആയിരുന്നു. കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. കണ്ണിന് നല്ല കുളിർമയായിരുന്നു. ഭയങ്കര കളേഴ്സായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞു മക്കളൊക്കെ അതിൻ്റെ സൈഡിൽ തന്നെ ചുറ്റി നിൽക്കുമായിരുന്നേ. പിന്നെ കുറച്ച് ചെടിയുടെ സ്റ്റോളുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് കയറി നോക്കി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ചെടിയിലായിരുന്നു. ബൊഗെയിൻ വില്ലയും പിന്നെ അങ്ങനത്തെയൊക്കെ ചെടികളായിരുന്നു. പിന്നെ പ്ലാവ്, മാവ് അങ്ങനെയൊക്കെയുള്ള ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെടിയൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് കയറി കണ്ടിട്ട് അതേപോലെ ഇറങ്ങിപ്പോന്നേ. ഇത് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നേ. അതിൻ്റെ മുൻപിൽ ഒരാളാണെങ്കിൽ കഴുത്തിലൊരു സ്നേക്കിനെയൊക്കെ വെച്ച് കയ്യിൽ വേറെ എന്തോ ഉണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഉടുമ്പാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അകത്ത് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ അകത്തൊന്നും കയറി കണ്ടിട്ടില്ലേ. ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതേ ഉള്ളേ. പിന്നെ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു. ഞാൻ വാങ്ങിയത് കുക്കീസ് ആൻഡ് ക്രീമും പിന്നെ ബ്ലൂബെറിയും കൂടെ ആയിരുന്നേ. മിക്സ് ചെയ്തതാണ് വാങ്ങിച്ചത്. കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറേ ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഞാനൊന്നും വാങ്ങിയില്ല. നമ്മൾ പിന്നെ ഈ മസാല ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്താണെങ്കിൽ നല്ലൊരു മാലയുടെ ഷോപ്പ് വന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാനൊന്നും വാങ്ങിയില്ല. ഇപ്പം ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മളെല്ലാ കടകളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്ത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നേ. മമ്മിയും ചേച്ചിയും കൂടെ ഭയങ്കര ഡിസ്കഷനായിരുന്നു. നെക്സ്റ്റ് നമ്മളിനി എന്താണ് വാങ്ങിക്കേണ്ടതെന്നുള്ള. ബെഡ്ഷീറ്റിൻ്റെ ഷോപ്പിലോട്ട് പോയി. കുത്താമ്പുള്ളിയുടെ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ പോയി പിന്നെ 2 ബെഡ്ഷീറ്റൊക്കെ വാങ്ങി, പില്ലോ കവറൊക്കെ വാങ്ങി. ഇത്രയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ നന്നായിട്ട് ടയേർഡായി. പിന്നെ നമ്മൾ പോയിട്ടൊരു കുലുക്കി സർബത്തിൻ്റെ ഷോപ്പിൽ പോയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചു. ആർക്കും കുലുക്കി സർബത്ത് കുടിക്കാനുള്ള ഇതില്ലായിരുന്നു. നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോഴത്തേനും നമ്മുടെ 11:30, 12 ഒക്കെ അടുക്കാറായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി നമുക്ക് പരിചയമുള്ളവരെ അവിടെ വെച്ച് കണ്ടായിരുന്നു. അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് വീട്ടിലോട്ട് പോയേ.